Hello, everyone, and welcome back. In this video, we are going to discuss the critic William Wordsworth. William Wordsworth was born in 1770 and he died in 1850. So, it's very important to know a few things about the movement called Romanticism before we get into the author, William Wordsworth. Because he has played a very significant role in the movement called Romanticism. Romanticism was actually a movement which took place in England in the late 18th century and early 19th century. സ്പെസിഫിക്കലി സ്പീക്കിംഗ് 1785 മുതൽ 1832 അതിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിൽ നടക്കുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റിന് കാരണമായിട്ടുണ്ട്. സോ സം ഓഫ് ദം ആർ മെൻഷൻഡ് ഹിയർ: ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് അതർ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് economic changes that took place in England at that time. ആൻഡ് ഇതിൻ്റെ തൊട്ട് മുൻപുള്ള ഒരു പീരീഡായിരുന്നു അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. ഇത് ബ്രോഡ്ലി സ്പീക്കിംഗ് നമുക്ക് ന്യൂ ക്ലാസിക്കൽ ഏജ് എന്ന് പറയാം. 1785 റൊമാൻറ്റിക് പീരീഡ് തുടങ്ങുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയും. നിയോ ക്ലാസിക്കൽ പീരീഡിന് തന്നെ സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പീരീഡാണ് അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. അഗസ്റ്റൻ ഏജും അതുപോലെ തന്നെ ഏജ് ഓഫ് ജോൺസൺ അല്ലെങ്കിൽ ഏജ് ഓഫ് സെൻസിബിലിറ്റി എന്നൊക്കെ പറയുന്ന ആ രണ്ട് ഏജ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു റൊമാൻറ്റിക് പീരീഡ് തുടങ്ങുന്നത്. ഈ അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത് ശരിക്കും ബ്ലൈൻഡായിട്ട് നമ്മളെ പഴയ റോമൻ റൈറ്റേഴ്സിനെയൊക്കെ ആളുകൾ എഴുത്തുകാർ ഫോളോ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെയാണ് അഗസ്റ്റൻ ഏജ്. ശരിക്കും ഈ അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത് ശരിക്കും ഈ വേർജിൽ, ഹൊറേസ്, ഒവിഡ് ഇവരുടെയൊക്കെ കാലഘട്ടത്തെയാണ് അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. ആ സമയത്ത് അഗസ്റ്റസ് എന്ന് പറയുന്ന ഒരു റോമൻ എംപറർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. BC ആണത് കേട്ടോ. 27 BC ആയിരുന്നു ആ കാലഘട്ടത്തും. സോ അതേ ഒരു പേര് ഈ ഒരു 1700 മുതൽ 1745 വരെയുള്ള ഒരു കാലഘട്ടത്തെ വിളിച്ചു. ബിക്കോസ് ആ ഒരു സമയത്ത് എഴുതിയിരുന്ന എഴുത്തുകാർ ഈ പഴയ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഈ റോമൻ റൈറ്റേഴ്സിനെയും ഗ്രീക്ക് റൈറ്റേഴ്സിനെയും ഒക്കെ ഫോളോ ചെയ്തു. അവരെഴുതിയ പോലെ തന്നെ എഴുതി. അത് ആ കാരണം കൊണ്ടായിരുന്നു ഈ ഒരു ഏജിനെ 1700 മുതൽ 1745 വരെയുള്ള ഒരു കാലഘട്ടത്തെ അഗസ്റ്റൻ ഏജ് എന്ന് വിളിച്ചത്. അപ്പോൾ അതിനുശേഷം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നേരെ അവരുടെ ഐഡിയോളജി എന്തായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റൊമാൻറ്റിസിസം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ റൊമാൻറ്റിക് പീരീഡ് വരുന്നത്. So Romanticism moved away from the emphasis on the importance of an empirical material world view and looked to the imagination and nature as source of insight. So ഇവരുടെ ഈ റൊമാൻറ്റിക് പീരീഡിന് മുമ്പുണ്ടായിരുന്ന എഴുത്തുകാർ അവർ കൂടുതലും യുക്തിക്കും ഇൻ്റലക്റ്റിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് എഴുതിയിരുന്ന ആളുകളായിരുന്നു. പക്ഷേ റൊമാൻറ്റിക് പീരീഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഇമാജിനേഷനും അതുപോലെ പ്രകൃതിയൊക്കെ റിലേറ്റഡ് ആയി നേച്ചറൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എഴുത്തുകളൊക്കെ വരാനൊക്കെ തുടങ്ങി. ഓക്കെ, അവർ സിമ്പിൾ സബ്ജക്ട്സൊക്കെ സിമ്പിൾ ടോപ്പിക്സൊക്കെ പോംസ് എഴുതാനൊക്കെ ചൂസ് ചെയ്തു റൊമാൻറ്റിക് റൈറ്റേഴ്സ്. സോ എങ്ങനെയായിരുന്നോ ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എഴുതിയിരുന്നത്, അവർ വലിയ എലിവേറ്റഡ് സബ്ജക്ട്സിനെ കുറിച്ച്, വലിയ കിങ്സ് ആൻഡ് ക്വീൻസിനെ കുറിച്ചൊക്കെ കവിത എഴുതിയപ്പം ഇവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളെക്കുറിച്ച്, കർഷകരെ കുറിച്ചൊക്കെ കവിത എഴുതിയെന്നുള്ളതാണ്. പൂക്കളെക്കുറിച്ച് കവിത എഴുതി. ഇതൊന്നും ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് ദിസ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇമാജിനേഷൻ. ദാറ്റ്സ് അതർ തിങ്. ഓക്കെ, ഇൻ്റലക്റ്റിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, ഇമാജിനേഷൻ ആയിരുന്നു അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതായത് അവർ തമ്മിൽ പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ. റൈറ്റേഴ്സ് എക്സ്പ്രസ്ഡ് ഗ്രേറ്റ് റെവറൻസ് ഫോർ നേച്ചർ. ഓക്കെ, ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ഇൻറ്റ്യൂഷൻ, ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ വേർ മോർ ഇൻസ്ട്രക്റ്റീവ് ദാൻ എംപിരിസിസം ആൻഡ് റീസൺ. സോ റീസണേക്കാളും ഒക്കെ ഇൻ്റലക്റ്റിനേക്കാട്ടിലൊക്കെ കൂടുതൽ പ്രാധാന്യം റൊമാൻറ്റിക് റൈറ്റേഴ്സ് കൊടുത്തത് ഇമോഷനും ഇമാജിനേഷനും ഒക്കെയാണ്. ഓക്കെ, അതുപോലെ ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് വരുന്ന തോട്ട്. കവിത ചിലപ്പം സഡൻലി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്പോണ്ടേനിറ്റിക്കൊക്കെയാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, ദി റൊമാൻറ്റിക് പീരീഡ് overthrew the values instilled during the Augustan age and strove to sever itself from the rigid writing style of the ancient classical examples of Virgil, Horace and Homer. അപ്പോൾ
ഈ വേർജിലും ഹൊറൈസും ഹോമറും ഒക്കെ എഴുതിയിരുന്ന രീതിയിൽ എഴുതിയ ആളുകളായിരുന്നു ഈ അഗസ്റ്റൻ ഏജിലുണ്ടായിരുന്നത്. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് എഴുതിയിരുന്നത്. Poets and authors were inspired to write in their own individual and creative voice. Romantic poets, including Wordsworth, Coleridge, Shelley, and Keats, were also critics who vigorously defended the romantic ideals regarding poet composition, nature, and functions of poetry and poetic diction. സോ ഈ എഴുത്തുകാരെ ഒക്കെയാണ് നമ്മൾ റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുന്ന സമയത്ത് ഓർക്കേണ്ടത്. വില്യം വേർഡ്സ്വർത്ത്, ഇത് ഹീസ് എ കീ ഫിഗർ. പിന്നെ വരുന്നത് കോളറിഡ്ജ്, അതുപോലെ ഷെല്ലി, കീറ്റ്സ്. ദീസ് പീപ്പിൾ ഹാവ് ഓൾവേസ് ഡിഫെൻഡഡ് റൊമാൻറ്റിക് ഐഡിയൽസ്. എന്താണ് റൊമാൻറ്റിക് പോയട്രി എന്നും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ സ്ഥിരമായിട്ട് കവിത എഴുതുകയും ചെയ്തിരുന്ന റൈറ്റേഴ്സ് ആയിരുന്നു ഈ പറയുന്ന വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ഷെല്ലി, കീറ്റ്സ് തുടങ്ങിയ എഴുത്തുകാരൻ. They have always tried to explain what is poetry from the perspective of romanticism. And towards the end of the century, Victorian critics led by Matthew Arnold attached new dimensions and scope to the functions of the critic, rejecting many of the precepts of the romanticists. And the Victorian era marked the transition from romantic period to modernism. സോ റൊമാൻറ്റിക് പീരീഡ് കഴിഞ്ഞിട്ട് വരുന്ന പീരീഡാണ് വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. വിക്ടോറിയൻ പീരീഡിലുള്ള പ്രധാനപ്പെട്ട റൈറ്ററായിരുന്നു നമ്മളിവിടെ മെൻഷൻ ചെയ്ത മാത്യു അർണോൾഡ്. മാത്യു അർണോൾഡിന് ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ റൊമാൻറ്റിക് റൈറ്റേഴ്സ് അവരുടെ ആ ഒരു കാലഘട്ടം ഒരുപാട് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല. 1832 നമുക്ക് ആ ഒരു ട്രെൻഡ് ഓൾമോസ്റ്റ് അവസാനിക്കുന്നതായിട്ട് കാണാമായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള റൈറ്റിംഗ് ആയിരുന്നു റൊമാൻറ്റിക് പീരീഡിന് ശേഷം വന്നത്. ഓക്കെ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട റൈറ്ററായിരുന്നു മാത്യു അർണോൾഡ്, വിച്ച് വി വിൽ ഡിസ്കസ് ലേറ്റർ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വില്യം വേർഡ്സ്വർത്ത്. ആൻഡ് 1798 വില്യം വേർഡ്സ്വർത്തും അതുപോലെ എസ് ടി കോളറിഡ്ജും ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തു. ആ ഒരു കളക്ഷൻ ഓഫ് പോയട്രിയോട് കൂടിയിട്ടാണ് ശരിക്ക് സ്പെസിഫിക്കലി സ്പീക്കിംഗ് ഈ ഒരു റൊമാൻറ്റിക് പീരീഡ് ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു കളക്ഷൻ്റെ പേരായിരുന്നു ലിറിക്കൽ ബാലഡ്സ് വിത്ത് എ ഫ്യൂ അതർ പോംസ്. ഇതിനെ ലിറിക്കൽ ബാലഡ്സ് എന്ന് മാത്രം വിളിക്കാറുണ്ട് ഈ ഒരു കളക്ഷനെ. ഓക്കെ, അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ടൈറ്റിൽ, ഫുൾ ടൈറ്റിൽ ലിറിക്കൽ ബാലഡ്സ് വിത്ത് എ ഫ്യൂ അതർ പോംസ് എന്നുള്ളതാണ്. സോ ദിസ് കളക്ഷൻ ഈസ് കൺസിഡേർഡ് ടു ബി ദി ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസിസം ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. കാരണം അന്ന് വരെ നിലനിന്നിരുന്ന കവിതകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പോയട്രി ആയിരുന്നു ഈ ഒരു കളക്ഷനിൽ അവർ എഴുതിയത്. സോ അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ചേഞ്ച് ആയിരുന്നു ആക്ച്വലി ഈ ഒരു കവിത എഴുത്തിലൊക്കെ, പോയട്രി റൈറ്റിംഗ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളക്ഷനെ അതിൻ്റെ ആ ഒരു തുടക്കം, റൊമാൻറ്റിക് പീരീഡിൻ്റെ തുടക്കം, ആരംഭം എന്നുള്ള രീതിയിൽ പറയുന്നത് ആക്ച്വലി. അത് വളരെ സ്പെസിഫിക് ആയിട്ട് സ്പീക്ക് ചെയ്യുമ്പോഴേ പറയുള്ളൂ. ഒരു ബ്രോഡ് സെൻസിൽ 1700 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1785 ഒക്കെയാണ് സാധാരണ പറയാറ്. ബട്ട് സ്പെസിഫിക്കലി സ്പീക്കിംഗ്, ദിസ് ഈസ് ദ മൊമെൻറ്റ് വെൻ ദേ പബ്ലിഷ്ഡ് ദിസ് കളക്ഷൻ ടൈറ്റിൽഡ് ലിറിക്കൽ ബാലഡ്സ് വിത്ത് എ ഫ്യൂ അതർ പോംസ്. And Wordsworth's poetry was heavily criticized by the neoclassical critics of the Edinburgh and Quarterly Reviews, which drew him into criticism. The preface to the second edition of the Lyrical Ballads, published in 1800, is one of his chief critical papers. സോ അദ്ദേഹം ഈ ഒരു 1798 ഇങ്ങനെ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിയ സമയത്ത് അദ്ദേഹവും കോളറിഡ്ജ് കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് പോയട്രി ഇറക്കിയ സമയത്ത് അദ്ദേഹത്തിന് വലിയ ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. കാരണം എൻറ്റയർലി അതുവരെ അന്നത്തെ കാലത്ത് ആളുകൾ നല്ല കവിത എന്ന് ചിന്തിച്ചിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കൈൻഡ് ഓഫ് കവിതകളായിരുന്നു ഇദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം സാധാരണക്കാരൻ്റെ ഭാഷയിൽ വളരെ സിമ്പിൾ തീമിലൊക്കെ കവിത എഴുതുന്നു. ഇത് ശരിക്കും അന്നത്തെ ഒരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അവർക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഷ വേണമായിരുന്നു. ടോപ്പിക്സും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട്സൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണായിരുന്നു. അപ്പം അതൊന്നും ഇതിനകത്ത് ഇല്ലാത്ത കാരണം കൊണ്ടാണ് അവർ ഈ ഒരു കളക്ഷനിലുള്ള കവിതകളെ ക്രിട്ടിസൈസ് ചെയ്തത്. എസ്പെഷ്യലി അന്നത്തെ
ലിറ്റററി ജേർണൽസ് ആയിട്ടുണ്ടായിരുന്ന ഈ എഡിൻബർഗ് ആൻഡ് ക്വാർട്ടർലി റിവ്യൂ, എഡിൻബർഗ് റിവ്യൂ, ക്വാർട്ടർലി റിവ്യൂ, ഈ ഇത്തരം മാഗസീനുകളൊക്കെ, അതിലുള്ള മാഗസീനിലുള്ള ക്രിട്ടിക്സ്, അതിൽ അവർക്ക് വേണ്ടി എഴുതുന്ന എഴുത്തുകാരൊക്കെ ഇവരുടെ കവിതകളെ, ഈ എഴുത്തുകാരൊക്കെ ന്യൂ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആയിരുന്നു, ന്യൂ ക്ലാസിക്കൽ ഐഡിയോളജി ഉള്ള എഴുത്തുകാരായിരുന്നു. അവർ വളരെയധികം ഇവരുടെ കവിതയെ വിമർശിച്ചു. ആ ഒരു വിമർശനം കൊണ്ട് ആ വിമർശനത്തിന് മറുപടി കൊടുക്കാൻ എന്നോണമാണ് അദ്ദേഹം ഈ ഒരു കവിതാ സമ്മാനത്തിൻ്റെ സെക്കൻഡ് എഡിഷൻ 1800 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് അദ്ദേഹം ആ സെക്കൻഡ് എഡിഷൻ്റെ കൂടെ ഒരു പ്രിഫേസ്, ഒരു ആമുഖം അദ്ദേഹം എഴുതുന്നുണ്ട്. ഓക്കെ, അതിൽ അദ്ദേഹം എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ കവിത എന്നും എന്താണ് റൊമാൻറ്റിക് പോയട്രി എന്നൊക്കെയുള്ള കാര്യം അതിലാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്കൊരു റൊമാൻറ്റിക് പീരീഡ് എന്താണ്, റൊമാൻറ്റിക് പീരീഡിൻ്റെ അല്ലെങ്കിൽ റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് വേഡ്സ്വർത്ത് എഴുതിയ ആ ഒരു പ്രിഫേസിൽ നിന്നാണ്. അദ്ദേഹം എഴുതിയ ആ ഒരു അതുവരെ നിലവിലുണ്ടായിരുന്ന കവിതകളിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറയുന്ന ആ ഒരു കവിതയെ അദ്ദേഹം ന്യായീകരിക്കുക ആണ് ഈ ഒരു പ്രിഫേസിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം എന്തുകൊണ്ട് സിമ്പിൾ ഭാഷയിൽ എഴുതി എന്നുള്ളതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്തത്. And the question of poetic diction or language for poetry had been a concern for many writers, including Wordsworth, who wrote a preface on the topic. കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് പോയറ്റിക് ഡിക്ഷൻ അല്ലെങ്കിൽ പോയറ്റിക് ലാംഗ്വേജ്. എങ്ങനെയായിരിക്കണം കവിത എഴുതേണ്ടത്, കവിതയിൽ ഉപയോഗിക്കേണ്ട ഭാഷ ഏത് തരത്തിലുള്ളതാവണം എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടത്താണ്. ന്യൂ ക്ലാസിക്കൽ പീരീഡിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ ഐഡിയോളജി വെച്ച് പുലർത്തിയിരുന്ന എഴുത്തുകാർ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, സാധാരണക്കാർക്ക് ഈസിലി, അല്ലെങ്കിൽ സാധാരണക്കാരെന്ന് പറയണമെന്നില്ല, ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലെ തന്നെ കവിതയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് ചില ആൾക്കാർ വിശ്വസിച്ചു. ചില ആളുകൾ അതിൻ്റെ ആവശ്യമില്ല, സിമ്പിളായിട്ടുള്ള രീതിയിൽ എഴുതാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആക്ച്വലി. അപ്പോൾ ആ ഒരു സമയത്താണ് വേർഡ്സ്വർത്ത് ഒരു പ്രിഫേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി ടോപ്പിക് ഹാഡ് ആൾസോ ബീൻ അഡ്രസ്ഡ് ബൈ നിയോ ക്ലാസിക്കൽ ആൻഡ് ഏർലിയർ റൈറ്റേഴ്സ്. Cicero, a great Roman orator, categorized style into 3 categories: low, middle, and high, and lofty. This categorization was originally applied to oratory but was useful in distinguishing the kinds of poetry by their style. ഇത് പണ്ട് മുതലേ ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്, എന്ത് ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കണം കവിതയിൽ എന്നുള്ള ചർച്ചയുണ്ട്. അപ്പോൾ അത് പഴയ റോമൻ ഒറേറ്ററായിട്ടുള്ള സിസറോ പോലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അവർ ഈ ഒരു ഭാഷയെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ലോ, മിഡിൽ ആൻഡ് ഹൈ, അല്ലെങ്കിൽ ഹൈ ആൻഡ് ലോഫ്റ്റി എന്നുള്ള രീതിയിൽ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് നോക്കാം, ദ എലീജിയാക് യൂസ്ഡ് ദി ലോ സ്റ്റൈൽ, ദി പാസ്റ്ററൽ യൂസ്ഡ് ദ മിഡിൽ സ്റ്റൈൽ, ആൻഡ് ദി എപ്പിക് യൂസ്ഡ് ദി ഹൈ ആൻഡ് ലോഫ്റ്റി സ്റ്റൈൽ. അപ്പോൾ ഈ എലിജി പോലെയുള്ള കവിതകൾക്ക് ലോ സ്റ്റൈലും, പാസ്റ്ററൽ പോയംസിന് മിഡിൽ സ്റ്റൈലും, എപ്പിക് പോലെയുള്ള പോയട്രിക്ക് ഹൈ സ്റ്റൈലും ആയിരുന്നു പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു രീതി. ഓക്കെ, in the 18th century the 3 categories were reduced to only 2: the low and lofty. 18th century ഒക്കെ ആകുമ്പോൾ ഈ ഒരു 3 പോയിട്ട് ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് മാറി: low and lofty. The use of low words and phrases, which became too familiar to the ear and lost their power to impress, were summarily rejected as unfit for poetic use. സോ പിന്നീട് സംഭവിക്കുന്നത് ഒരു 18th സെഞ്ചുറിയിലൊക്കെ, ഞാൻ പറഞ്ഞു നിയോ ക്ലാസിക്കൽ പീരീഡിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോ സ്റ്റൈൽ എന്ന് പറയുന്നത് അത് നമുക്കെല്ലാ ആളുകൾക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഭാഷയായിരിക്കാം, അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാർ സംസാരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വേർഡ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, അതിനകത്തൊരു പുതുമ അല്ലേ? പുതുമ തോന്നാനുള്ള സാധ്യത കുറവാണ്. പോയട്രിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കതിനകത്തൊരു നോവൽറ്റി ഫീൽ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇത് കവിത അൺഫിറ്റ് ആണെന്നാണ് 18th സെഞ്ചുറിയിലൊക്കെയുള്ള പല റൈറ്റേഴ്സും വിചാരിച്ചിരുന്നത്.
ഓക്കെ. പക്ഷേ ഇതിനെയാണ് ശരിക്കും വേർഡ്സ്വർത്ത് എതിർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിഫേസിലൂടെ അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാടിനെയാണ് എതിർക്കുന്നത്. ഓക്കെ. സോ വേർഡ്സ്വർത്ത് ഡിസപ്രൂവ്ഡ് ഓഫ് ദി അബ്യൂസ് ഓഫ് പോയറ്റിക് ഡിക്ഷൻ മോർ ദാൻ പോയറ്റിക് ഡിക്ഷൻ ഇറ്റ് സെൽഫ്. സോ അദ്ദേഹം ഈ കവിതയുടെ ഭാഷയ്ക്കെതിരെയുള്ള പല ആളുകളുടെയും വിമർശനത്തെയാണ് അദ്ദേഹം എതിർക്കുന്നത്. ഓക്കെ. ഇൻ ദി advertisement of the lyrical ballads of 1798, Wordsworth adopted a simpler diction to test if the language of the conversation in middle and lower classes was suitable for poetic pleasure. അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് പോയട്രി ആയിരുന്നു ആക്ച്വലി അദ്ദേഹം എഴുതിയത്. അപ്പം ഈ ഒരു സിമ്പിൾ ലാംഗ്വേജ് മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന, സംസാരിക്കാൻ കോൺവെർസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ ബാലഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിരുന്ന ഭാഷ. ഓക്കെ. ആൻഡ് കൺസർവേറ്റീവ് ഒപ്പീനിയൻസ് അറ്റാക്ക്ഡ് ഹിസ് പോയട്രി mercilessly, which turned his tentative experiment into a definite concept. സോ അദ്ദേഹം ഈ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കുകയും ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ അതിനെ വിമർശിക്കുകയും ഈ വിമർശനമാണ് അദ്ദേഹത്തെ പിന്നീട് എന്താണ് അദ്ദേഹത്തിൻ്റെ കവിതകളെന്ന് ഡീറ്റെയിൽ അദ്ദേഹത്തെ അത് ഡിസ്ക്രൈബ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അത് ന്യായീകരിക്കാനൊക്കെ അദ്ദേഹത്തെ പ്രോംപ്റ്റ് ചെയ്ത ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ കവിതകളെ പല കൺസർവേറ്റീവായിട്ടുള്ള ആളുകളും അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. അതാണ് പിന്നീട് എന്താണ് റൊമാൻറ്റിക് പീരീഡും അതല്ലെങ്കിൽ റൊമാൻറ്റിക് പോയട്രി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിനൊക്കെ കാരണമായ ഒരു സംഗതി. സോ ഇൻ ദി പ്രിഫേസ് ഓഫ് 1800, Wordsworth's principal object was to choose incidents and situations from common life and describe them in language used by people, while adding a color of imagination to present ordinary things in an unusual aspect. So അദ്ദേഹം പറയുന്നത്, ഈ അദ്ദേഹത്തിൻ്റെ പ്രിഫേസിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കവിത എഴുതാൻ വേണ്ടിയിട്ട് സാധാരണക്കാരുടെ ഭാഷ ഉപയോഗിച്ചു. സോ ഹി സേസ് ദാറ്റ് ഹിസ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് വാസ് ടു ചൂസ് ഇൻസിഡൻറ്റ്സ് ആൻഡ് സിറ്റുവേഷൻസ് ഫ്രം കോമൺ ലൈഫ്. കോമൺ ലൈഫിൽ, സാധാരണക്കാരുടെ ലൈഫിലുള്ള ഇൻസിഡൻറ്റുകളും അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള ചില സാഹചര്യങ്ങളും ആയിരുന്നു അദ്ദേഹം കവിത എഴുതാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നത്. ആൻഡ് ഹി ഡിസ്ക്രൈബ്ഡ് ദം ഇൻ ലാംഗ്വേജ് യൂസ്ഡ് ബൈ പീപ്പിൾ. ആളുകൾ ഉപയോഗിക്കുന്ന, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിലായിരുന്നു അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്, കവിതയിലൂടെ അതിനെ വർണ്ണിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അത് പച്ചയായിട്ട് അതുപോലെ അങ്ങോട്ട് എഴുതല്ല ചെയ്തത്. ഹി വാസ് ആഡിങ് സം കളർ. ഓക്കെ. കളർ ഓഫ് ഇമാജിനേഷൻ, കുറച്ച് ഇമാജിനേഷൻ അതിനകത്തേക്ക് അദ്ദേഹം കൊടുത്തതിന് ശേഷം അല്ലേ, അദ്ദേഹം പ്ലെയിനായിട്ട് ചുമ്മാ അങ്ങോട്ട് പറയല്ല, കുറച്ച് ഇമാജിനേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കളറിങ്സ് ഓക്കെ കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആൻഡ് ആഡിങ് എ കളർ ഓഫ് ഇമാജിനേഷൻ ടു പ്രസൻറ്റ് ഓർഡിനറി തിങ്സ് ഇൻ ആൻ അൺയൂഷ്വൽ ആസ്പെക്ട്. ഓർഡിനറി ആയിട്ടുള്ള കാര്യം കുറച്ചും കൂടി ഒരു അൺയൂഷ്വൽ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഡയറക്റ്റായിട്ട് ചുമ്മാ പറയല്ല. പക്ഷെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ സിമ്പിളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഭാഷയിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ അൺയൂഷ്വലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അദ്ദേഹം തെളിയിച്ചത്. സോ വേർഡ്സ്വർത്ത് ചോസ് ലോ ആൻഡ് എ റസ്റ്റിക് ലൈഫ് ഫോർ പോയറ്റിക് എക്സ്പ്രഷൻ. ഇതാണ്. ഇപ്പം റസ്റ്റിക് എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ലൈഫ് എന്നുള്ള അർത്ഥത്തിൽ കോമൺ. അപ്പോൾ ഈ ലോ ആൻഡ് എ റസ്റ്റിക് ലൈഫാണ് അദ്ദേഹം കവിതയാക്കാനും കവിത എഴുതാനും വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റായിട്ടൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ദിസ് ഈസ് ബിക്കോസ് പീപ്പിൾ ഇൻ ദാറ്റ് കണ്ടീഷൻ സ്പീക്ക് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് കൺവേ ദെയർ ഫീലിങ്സ് ഇൻ സിമ്പിൾ ആൻഡ് അൺഎലാബറേറ്റഡ് എക്സ്പ്രഷൻസ്. ഇപ്പോൾ ഇവരുടെ ലൈഫിൽ നിന്നും അവരുടെ ഇൻസിഡൻസ് ഒക്കെ കവിതയിലേക്ക് എടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഇന്നസെൻ്റ് ആണ്, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നൊക്കെയാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. പോയറ്റിക് ഡിക്ഷൻ ഇൻക്ലൂഡ്സ് പെർസോണിഫിക്കേഷൻ ആൻഡ് പെരിഫ്രേസസ്, ഇൻവേർഷൻ, ആൻറ്റിതീസിസ് ആൻഡ് അതർ ഡിവൈസസ്. അപ്പോൾ നിങ്ങൾ കവിതയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ചില പോയറ്റിക് ഡിവൈസുകളാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിക്കാം, ആൻഡ് പെരിഫ്രേസസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണത്. ആൻഡ് ഇൻവേർഷൻ ആൻഡ് ആൻറ്റിതീസിസ്, ഇതൊക്കെ പോയറ്റിക് ഡിവൈസുകളാണ്. ഇത്തരം പോയറ്റിക് ഡിവൈസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. സോ വേർഡ്സ്വർത്ത് ബിലീവ്സ് ദാറ്റ് ദ ലാംഗ്വേജ് ഓഫ് പോയട്രി കനോട്ട് ഡിഫർ മെറ്റീരിയലി ഫ്രം ദാറ്റ് ഓഫ് പ്രോസ്. ഇപ്പം ലാംഗ്വേജ് ഓഫ് പോയട്രി നിങ്ങൾ വളരെ ബോധപൂർവം അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രോസ്
നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ നിന്നും പൊതുപൂർവ്വം വ്യത്യസ്തമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാംഗ്വേജ് ഓഫ് പോയിട്രി ആൻഡ് ലാംഗ്വേജ് ഓഫ് പ്രോസ് എന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ദ ബെസ്റ്റ് പോംസ് ആർ ദോസ് വെൽ റിട്ടൺ ഇൻ ദി ലാംഗ്വേജ് ഓഫ് പ്രോസ്. പ്രോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ തന്നെ ഉപയോഗിക്കുന്ന പോംസ് ആണ് ബെസ്റ്റ് പോംസ് എന്നൊക്കെയാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ആൻഡ് ബിക്കോസ് ഹിയർ വേർഡ്സ്വർത്ത് സൈറ്റ്സ് ഗ്രേസ് സോണറ്റ് ആസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് പോയട്രി ദാറ്റ് ഈസ് ഹാർഡ്ലി ഡിഫറെൻറ്റ് ഫ്രം പ്രോസ്. അപ്പോൾ അതിന് തെളിവായിട്ട് പ്രോസിൽ എഴുതിയ പോയട്രിയാണ് നല്ല ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന് തെളിവായിട്ട് അദ്ദേഹം തോമസ് ഗ്രേയുടെ ഒരു സോണറ്റ് ഉദാഹരണമായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അദ്ദേഹം ആ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഫ്രൂട്ട്ലെസ് മോൺ ടു ഹിം ദാറ്റ് കനോട്ട് ഹിയർ വീപ്പ് ദ മോർ ബിക്കോസ് ഐ വീപ്പ് ഇൻ വെയിൻ. സോ ദിസ് ലൈൻ ദിസ് പോയട്രി ഇസ് വെരി ബ്യൂട്ടിഫുൾ ഈവൻ ദോ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി ലാംഗ്വേജ് ഓഫ് പ്രോസ് എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. Then he suggests using the language that people actually speak, but with a refinement, artistic taste to make it distinct from vulgar speech. Wordsworth's idea of poetic diction involve adding metaphors and figures of speech to refine and elevate ordinary language. സോ ഇദ്ദേഹം നിങ്ങൾ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ കോമൺ പീപ്പിൾ, അതാണ് നിങ്ങൾ ഭാഷയിൽ മീൻസ് പോയട്രിയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. എന്നാൽ അത് സെയിം ടൈം നിങ്ങൾക്കതിൽ ചില റിഫൈൻമെൻറ്റുകൾ വരുത്താം. ലൈക്ക് യു ക്യാൻ ആഡ് സം മെറ്റഫേഴ്സ്, സം അതർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് elevated the language and it will look little bit different from the ordinary language. സോ സം കളറിങ് നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. ശരിക്ക് ഇങ്ങനെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞതിന് നേരെ വിപരീതമാണ്. കോമൺ ഭാഷ ഉപയോഗിക്കണം, സിമ്പിൾ ലാംഗ്വേജിൽ ഉപയോഗിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാംഗ്വേജ് ഓഫ് പോയട്രി ആൻഡ് ലാംഗ്വേജ് ഓഫ് പ്രോസ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിനെ ഒരു ഇച്ചിരി കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. കുറച്ച് കളറിങ് ഉപയോഗിക്കാം, കുറച്ച് മെറ്റഫർ ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് അതൊരു വ്യത്യസ്തമായ ഭാഷയാകുന്നത് എന്ന് ഇതിൻ്റെ വേർഡ്സ്വർത്തിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. സോ ഇറ്റ് ഈസ് ആർഗ്യുവബിൾ ദാറ്റ് ദിസ് കോൺസെപ്റ്റ് ഈസ് സിമിലർ ടു ദ വെരി തിങ് ദാറ്റ് വേർഡ്സ്വർത്ത് ഒബ്ജക്റ്റ് ടു. വേർഡ്സ്വർത്ത് വിമർശിക്കുന്ന സെയിം സാധനം തന്നെയാണ് വീണ്ടും അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള കോളറിഡ്ജ് പോലും പറയുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, കാരണം ഈ കളറിങ്ങും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഭാഷയിൽ എഴുതണം എന്നൊക്കെയാണ് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സൊക്കെ മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പം അതേ റൂട്ടിലേക്കാണ് വേർഡ്സ്വർത്ത് വരുന്നത് എന്ന ഒരു വിമർശനം വേർഡ്സ്വർത്തിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വേർഡ്സ്വർത്ത് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഭാഷയെ തന്നെ, ലളിതമായ ഭാഷയെ തന്നെ എങ്ങനെ ചെറിയ കളറിംഗ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ള രീതിയിലാണ് വേർഡ്സ്വർത്ത് ചിന്തിച്ചത്. ഓക്കെ, and so Rene Wellek contends that Wordsworth ultimately ends up in a form of good neoclassicism. അപ്പോൾ ഇദ്ദേഹം നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെയൊക്കെ വിമർശിച്ചിട്ട് അവസാനം അദ്ദേഹവും നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഒരു ഗുഡ് നിയോ ക്ലാസിക്കൽ റൈറ്റർ ആകുന്നുണ്ട് എന്ന് റെനെ വെല്ലക്കിനെ പോലെയൊക്കെയുള്ള ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ദെൻ വേർഡ്സ്വർത്ത് എങ്ങനെയാണ് പോയട്രിയെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. വേർഡ്സ്വർത്ത് he defines good poetry as the spontaneous overflow എന്നാണ് കേട്ടോ അവിടെ ഡിഫൈൻസ് എന്നാണിത്. ഡിഫൈൻസ് ഗുഡ് പോയട്രി ആസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഓക്കെ, സോ ഇത് നമ്മൾ ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കണം ഹൗ വേർഡ്സ്വർത്ത് ഡിഫൈൻസ് പോയട്രി. സോ യു ഷുഡ് സേ ലൈക്ക് poetry is the according to Wordsworth, poetry is the spontaneous overflow of powerful feelings എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അദ്ദേഹം വേറെ രീതിയിലും പറയുന്നുണ്ട് ഗുഡ് പോയട്രി ആൾസോ ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. സോ പിന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊന്ന്, ഈ നമ്മൾ പോയട്രി പിന്നീട് നമ്മുടെ ഈ ട്രാങ്ക്വിലിറ്റി, നമ്മൾ വളരെ ശാന്തമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഈ ഇമോഷൻസിനെയൊക്കെ റീകളക്ട് ചെയ്തിട്ടുകൂടെയാണ് നമ്മൾ കവിത
ഉണ്ടാക്കുന്നത് എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാം. അതെല്ലാം നമ്മൾ വളരെ ശാന്തമായി ഇരുന്നിട്ട് നമ്മളതൊക്കെ ആലോചിച്ച് അതിനെയൊക്കെ റീകളക്ട് ചെയ്തിട്ടും നമുക്ക് പോയട്രി മേക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. Although the spontaneous overflow of powerful feelings and emotion recollected in tranquility are opposite of each other, Wordsworth consider both essential for good poetry. ഇത് രണ്ടും ഒരിച്ചിരി പരസ്പര വിരുദ്ധമുള്ള സംഭവമാണ്. ഓക്കെ. ഒന്ന് അദ്ദേഹം കവിതയെ ഡിഫൈൻ ചെയ്യുമ്പം പറയുന്നത് സ്പോണ്ടേനിയസ് ആവണം കവിത എന്നുള്ളതാണ്. അല്ലെ, സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നൊരു സാധനം അല്ല. നമ്മുടെ മനസ്സിൽ ചിലപ്പം കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കും. നമ്മൾ കവിത എഴുതാനായിട്ട് കവിത എഴുതല്ല, ചിലപ്പം കവിത സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങോട്ട് വരും. അപ്പം അങ്ങനെ വരുന്നതായിരിക്കണം, അങ്ങനെ വരുന്നതാണ് കവിത എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അദ്ദേഹം പറയുന്നത് ഇത് നമ്മൾ വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കിത് റീകളക്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും, ഓർത്തെടുക്കാനും പറ്റും എന്നുള്ള രീതിയിലും പറയുന്നത്. ഇത് രണ്ടും കുറച്ച് ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് രണ്ടും ആവശ്യമുണ്ട് കവിതയ്ക്ക് എന്നുള്ളതാണ്. ഓക്കെ. So Wordsworth's own great poems were composed by recalling moving sights or experiences stored in memory during moments of calm contemplation. വേർഡ്സ്വർത്ത് പോലും കവിത എഴുതിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ കുത്തിരുന്ന് ആലോചിച്ചിട്ട് മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ കുറിച്ച് ആലോചിച്ചിട്ട് കണ്ടംപ്ലേറ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് എഴുതിയത്, ചിന്തിച്ചിട്ടാണ് എഴുതിയത്. സോ സ്പോണ്ടേനിറ്റി ഇൻ പോയട്രി ഡസ് നോട്ട് ഇംപ്ലൈ എ കംപ്ലീറ്റ് റിജക്ഷൻ ഓഫ് വർക്ക്മാൻഷിപ്പ് ഓർ ആർട്ട്ലെസ്നെസ്. അപ്പോൾ സ്പോണ്ടേനിറ്റി എന്ന് വേർഡ്സ്വർത്ത് പറയുമ്പോൾ തന്നെ അതിന് നിങ്ങൾ കവിത എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആലോചിക്കേണ്ട എന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല എന്നുള്ളതാണ്. സോ വേർഡ്സ്വർത്ത് ഓൾവേസ് കമ്പോസ്ഡ് ഹിസ് പോയംസ് വിത്ത് ഗ്രേറ്റസ്റ്റ് കെയർ ആൻഡ് ഡിഡ് നോട്ട് ട്രസ്റ്റ് ഹിസ് ഫസ്റ്റ് എക്സ്പ്രഷൻ. ഓക്കെ. വേർഡ്സ്വർത്ത് സ്പോണ്ടേനിറ്റി വേണം, സ്പോണ്ടേനിയസ് ആണെന്ന് പറയുമ്പോൾ പോലും വേർഡ്സ്വർത്ത് എഴുതിയത് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ്, നല്ലവണ്ണം ആലോചിച്ചിട്ടാണ് വേർഡ്സ്വർത്ത് പോലും എഴുതിയിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ വേർഡ്സ്വർത്തിൻ്റെ ആദ്യം പറയുന്നത് പിന്നെ കുറച്ച് ഇച്ചിരി വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പറയുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഇത് വേർഡ്സ്വർത്തിനെതിരെ പല ആൾക്കാരും ഉന്നയിച്ച ഒരു വിമർശനവും കൂടെയാണ്. And for Wordsworth, poetry is the pursuit of truth about man's knowledge of himself and the world around him. സോ നമ്മളെ തന്നെ പഠിക്കുകയാണ് കവിതയിലൂടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് വി ആർ സെർച്ചിങ് ഫോർ ട്രൂത്ത് in poetry and truth of man or truth of ourselves. Science is engaged in the same pursuit, but the truth is that it discovers only benefit us materially. Okay. So കവിത ഇങ്ങനെ ഒരു പെർസ്യൂട്ട് ചെയ്യുന്ന മീൻസ് സത്യം കണ്ടെത്താനുള്ള ഒരു പെർസ്യൂട്ടാണ് കവിത ചെയ്യുന്നത്. അതുപോലെ സയൻസും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, സത്യം കണ്ടെത്താൻ ഉള്ള ഒരു പെർസ്യൂട്ടാണ്. ബട്ട് ദ ട്രൂത്ത്സ് ഇറ്റ് ഡിസ്കവേഴ്സ് ഓൺലി ബെനിഫിറ്റ്സ് അസ് മെറ്റീരിയലി എന്നാണ് ഇവിടെ പറയുന്നത്. സയൻസ് ഡിസ്കവർ ചെയ്യുന്ന ട്രൂത്ത് നമുക്കൊരു മെറ്റീരിയലായിട്ടാണ് വരിക, അല്ലേ? ഇപ്പോൾ നിങ്ങളൊരു TV എന്തോ കണ്ടെത്തിയെന്ന് വിചാരിച്ചു, അപ്പോൾ അത് ഒരു മെറ്റീരിയലായിട്ടാണ് നമുക്ക് വരിക. എന്തെങ്കിലും ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയലായിട്ടാണ് വരിക. സോ while the pursuit of science pleases the scientist, there is nothing in truth that can equally please the common man. ഈ സയൻസ് മുന്നോട്ട് വെക്കുന്ന ട്രൂത്ത് അതിൽ സയൻറ്റിസ്റ്റിന് മാത്രമാണ് പലപ്പോഴും ആനന്ദം കണ്ടെത്താൻ പറ്റുന്നത്. കോമൺ മാൻ ദർ ഇസ് നത്തിങ് ഉള്ള. സോ ദേ മസ്റ്റ് റിമെയിൻ ദി പ്ലഷർ ഓഫ് ദി ഫ്യൂ ഹു നോ സയൻസ്. അപ്പോൾ സയൻസ് അറിയുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും സയൻസിൽ നിന്നുള്ള ആനന്ദം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ട്രൂത്ത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ഗെറ്റ് പോയട്രി. ഓക്കെ. ബട്ട് ദ ട്രൂത്ത് ഓഫ് പോയട്രി ഈസ് ഫെൽറ്റ് ഇൻ ബ്ലഡ് ആൻഡ് ഫെൽറ്റ് അലോങ് ദ ഹാർട്ട്. സോ പോയട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ഫൈനർ. ചില സ്ഥലത്തൊക്കെ ടെക്സ്റ്റിന് ചില പ്രശ്നം വന്നിട്ടുള്ളത് ഫൈനർ എന്നാണ്. പോയട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ഫൈനർ സ്പിരിറ്റ് ഓഫ് ആൾ നോളജ്. ഇറ്റ് ഈസ് ദി impassioned expression which is in the countenance of all science. So നമുക്ക് poetry is felt in heart എന്നുള്ള. ചിലപ്പോൾ നിങ്ങൾ it may not be felt in your brain or in your intellect. So it is felt in the blood and also felt in the heart. So then he says that poetry കുറിച്ച് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. Poetry is the breath and finer. It is finer. Poetry is the breath and finer spirit of all knowledge. എല്ലാ നോളജിൻ്റെ പിന്നിലും എല്ലാറ്റിൻ്റെ പിന്നിലും പോയട്രി ഉണ്ടെന്നാണ്
വേർഡ്സ്വർത്ത് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇംപാഷൻഡ് എക്സ്പ്രഷൻ വിച്ച് ഈസ് ഇൻ ദി കൗണ്ടനൻസ് ഓഫ് ഓൾ സയൻസ്. സയൻസിൻ്റെ മുഖത്ത് പോലും പോയട്രി ഉണ്ട്. സോ സയൻസ് പോലും പോയട്രി ഉള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. കാരണം നമുക്കൊരു സയൻസിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്യണമെങ്കിൽ പോലും വി നീഡ് സം കൈൻഡ് ഓഫ് ആൻ ഇമാജിനേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ, റൈറ്റ്? സോ അപ്പം പോയട്രി ഇല്ലാതെ, ഇമാജിനേഷൻ ഇല്ലാതെ ഈവൻ സയൻസിന് പോലും നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ഓക്കെ. Then he says that every great poet is a teacher, and Wordsworth wishes to be considered a teacher. Lessons in poetry are induced through a purgation of feelings, not through an appeal to the intellect or good sense. This is what distinguishes Wordsworth's concept of teaching from that of his neoclassical predecessors. സോ പോയറ്റ് ഒരു ഗ്രേറ്റ് ടീച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ടീച്ചറാണ് എന്ന് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. ആൻഡ് വേർഡ്സ്വർത്ത് ഹിംസെൽഫ് വിഷ്ഡ് ടു ബി കൺസിഡേർഡ് എ ടീച്ചർ. ഒരു ടീച്ചർ ആകണമെന്ന് വേർഡ്സ്വർത്ത് ആഗ്രഹിച്ചു. കാരണം ഒരു പോയറ്റ് ഒരു ടീച്ചറായിരിക്കും. സോ അതുപോലെ ഒരു ടീച്ചറായിരിക്കും വേർഡ്സ്വർത്ത് എന്ന് അദ്ദേഹം ആകണമെന്ന് ആഗ്രഹിച്ചു. ആൻഡ് സോ നിങ്ങൾ കവിതയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് എ പർഗേഷൻ ഓഫ് ഫീലിങ്സ്. നമ്മുടെ മനസ്സിലുള്ള കുറേ സപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സിനൊക്കെ ഒരു പർഗേഷൻ ലഭിക്കുന്നു, ഒരു മോക്ഷം ലഭിക്കുന്നു നിങ്ങൾ കവിത വായിക്കുന്ന സമയത്ത്. സോ കവിത കൂടുതലും നമ്മളെ ഇൻ്റലക്റ്റിനെ അല്ല സ്വാധീനിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് അപ്പീൽസ് ഹാർട്ട്, okay, rather than intellect. So this is what distinguishes Wordsworth's concept of teaching from that of his neoclassical predecessors. ഇപ്പോൾ നിയോക്ലാസിക്കൽ റൈറ്റേഴ്സും അദ്ദേഹത്തിൻ്റെ ഈ റൊമാൻറ്റിക് പീരീഡിന് മുന്നേ ഉണ്ടായിരുന്ന റൈറ്റേഴ്സ്, അവരാണ് നിയോക്ലാസിക്കൽ റൈറ്റേഴ്സ്. അവരെ വേർഡ്സ്വർത്തിൻ്റെ മുന്നിൽ വന്ന എന്നുള്ള അർത്ഥത്തിലാണ് പ്രെഡിസസർ എന്ന് പറയുന്നത്, മുൻഗാമികൾ. അപ്പോൾ അവരിൽ നിന്ന് വേർഡ്സ്വർത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ്. അവരും കവിത ടീച്ച് ചെയ്യണം, ഇൻസ്ട്രക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വേർഡ്സ്വർത്തും ഇത് പറയുന്നുണ്ട്. പക്ഷേ വേർഡ്സ്വർത്ത് ഡിഫറെൻ്റ് ആവുന്നത്, വേർഡ്സ്വർത്തിൻ്റെ ആ ഒരു ടീച്ചിങ്ങിലൂടെ നമുക്കത് കുറച്ചൊരു ആനന്ദമാണ് കിട്ടുന്നത്. ഓക്കെ, കാരണം അത് കൂടുതൽ ഹാർട്ടിനെ, ഇമോഷനെയൊക്കെയാണ് അത് സ്വാധീനിക്കുന്നത്. മറ്റുള്ളവരുടെ ടീച്ചിങ് കൂടുതൽ ഇൻ്റലക്റ്റിനെയാണ് സ്വാധീനിച്ചത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നിയോക്ലാസിക്കൽ റൈറ്റേഴ്സ് ആൻഡ് റൊമാൻറ്റിക് റൈറ്റേഴ്സ്. സോ ഇത്രയാണ് വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഐ ഹോപ്പ് if understood everything. Okay, so thank you for watching.